നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫുട്ബോൾ ലോകത്തെ കഴിഞ്ഞ 1.5 പതിറ്റാണ്ടിലധികം കാലമായിട്ട് വിസ്മയിപ്പിക്കുന്ന താരങ്ങളാണ് ലയണൽ മെസ്സിയും ക്രിസ്ത്യാനോ റൊണാൾഡോയും. രണ്ടുപേരും ഏതാണ്ട് അവരുടെ കരിയറിൻ്റെ അവസാന ഭാഗത്താണ്. രണ്ടുപേരും രണ്ട് വഴിക്കായി. ഒരാൾ ഇപ്പോൾ അമേരിക്കയിലും മറ്റൊരാൾ സൗദി അറേബ്യയിലും തങ്ങളുടെ ട്രേഡ് തുടരുമ്പോൾ ഇവർ രണ്ടുപേരും യൂറോപ്പിലുണ്ടാക്കിയിട്ടുള്ള ഓളം ഒരുമിച്ച് രണ്ട് വ്യത്യസ്ത ടീമുകളിൽ നിന്നുകൊണ്ട് പോരാടിയ കാലം ഒന്നും ആരാധകർക്ക് മറക്കാൻ പറ്റില്ല. നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് ഈ രണ്ടു പേരിൽ ഏറ്റവും അധികം മാർക്കറ്റ് വാല്യൂ അവരുടെ കരിയറിൽ വന്നത് ആർക്കാണ് എന്നുള്ളതാണ്. ട്രാൻസ്ഫർ മാർക്കറ്റിൻ്റെ കണക്കുകളാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഈ രണ്ട് താരങ്ങളിൽ സ്വാഭാവികമായിട്ടും പ്രായം കൂടുതലുള്ളയാൾ ക്രിസ്ത്യാനോ റൊണാൾഡോ ആയതുകൊണ്ട് സ്റ്റാർട്ടിങ്ങിൽ അദ്ദേഹത്തിൻ്റെ വാല്യൂ കൂടുതലായിരിക്കും. ഇപ്പോൾ പ്രായം കൂടി വരുമ്പോൾ വാല്യൂ കുറയുക എന്നുള്ളതും സ്വാഭാവികമാണ്. അത് ആ അർത്ഥത്തിൽ നിങ്ങൾ മനസ്സിലാക്കുക. ഏതായാലും ഇവർ രണ്ടുപേരുടെയും മാർക്കറ്റ് വാല്യൂ കണക്കാക്കി തുടങ്ങുന്ന സമയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രാൻസ്ഫർ മാർക്കറ്റ് ഈ കണക്കുകൾ എടുക്കുന്ന സമയം മുതലുള്ളത് നമ്മൾ നോക്കിയാൽ 2006 ഈ ഒരു കണക്ക് അവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ സമയത്ത് ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് ലിയോ മെസ്സിയേക്കാൾ മാർക്കറ്റ് വാല്യൂ ഉണ്ട്, 20 മില്യൺ യൂറോ. അതേസമയം മെസ്സി ആ സമയത്ത് വാല്യുവേഷൻ വന്നത് 3 മില്യൺ യൂറോ മാത്രമാണ്. രണ്ടുപേരുടെയും വാല്യൂ സ്വാഭാവികമായിട്ടും വർദ്ധിച്ചു വന്നു. 2007 മെസ്സി ക്രിസ്ത്യാനോ റൊണാൾഡോയെ ഓവർടേക്ക് ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അന്ന് അദ്ദേഹത്തിൻ്റെ മൂല്യം 40 മില്യൺ യൂറോയിലേക്ക് ഉയർന്നു. അതേസമയം റൊണാൾഡോ 2008 അദ്ദേഹത്തിന് ആദ്യമായിട്ട് ബാലൻ ഡി ഓർ കിട്ടിയ ആ ഒരു സമയത്ത് ലിയോ മെസ്സിയെ ഈ മാർക്കറ്റ് വാല്യൂവിൽ മറികടക്കുകയും 2011 വരെ അത് തുടരുകയും ചെയ്തു. മെസ്സിയുടെ വാല്യുവേഷൻ പക്ഷേ 2012 വലിയ രൂപത്തിൽ ഉയരുകയും 120 മില്യൺ യൂറോയിലേക്ക് വർദ്ധിക്കുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയേക്കാൾ 20 മില്യൺ യൂറോ അധികമാകുന്ന ഒരു സന്ദർഭമായിരുന്നു അത്. പക്ഷേ 2 വർഷക്കാലത്തോടുകൂടി അദ്ദേഹം വീണ്ടും തൻ്റെ മൂല്യം വർദ്ധിപ്പിക്കുന്ന ഒരു കാഴ്ച കണ്ടു. റൊണാൾഡോയുടെ മാർക്കറ്റ് വാല്യൂ 120 മില്യൺ യൂറോയിലേക്ക് വർദ്ധിക്കുന്ന കാഴ്ച. പക്ഷേ 2016 17 അത് താഴേക്ക് പോയി. പക്ഷേ വീണ്ടും 2018 അദ്ദേഹത്തിൻ്റെ റയൽ മാഡ്രിഡിലെ അവസാന സീസണിൽ അത് വീണ്ടും 120 മില്യൺ യൂറോയിലേക്ക് വർദ്ധിക്കുകയായിരുന്നു. മെസ്സിയുടെ വാല്യുവേഷൻ 6 വർഷക്കാലം 120 മില്യൺ യൂറോയിൽ നിന്നു, അതായത് 2012 മുതൽ 2018 വരെയുള്ള കാലഘട്ടത്തിൽ. പക്ഷേ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മൂല്യം വല്ലാതെ ഉയർന്നു. കാരണം നിരവധി ബാലൻ ഡി ഓറുകളൊക്കെ നേടിക്കൊണ്ട് ലോകത്തെ ഏറ്റവും മികച്ച താരം താനാണ് എന്ന് അദ്ദേഹം അൺക്വസ്റ്റ്യനബിളി തെളിയിക്കുന്ന ഒരു സന്ദർഭമുണ്ടായപ്പോൾ 180 മില്യൺ യൂറോയിലേക്ക് അദ്ദേഹത്തിൻ്റെ മൂല്യം ഉയരുന്ന കാഴ്ചയാണ് കണ്ടത്. പിന്നെ രണ്ടുപേരുടെയും മൂല്യം അവരുടെ പ്രായം വർദ്ധിക്കുന്നതനുസരിച്ച് ഡിക്രീസ് ചെയ്ത് വരുന്ന കാഴ്ച കണ്ടു. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ മൂല്യം അദ്ദേഹം യുവൻറ്റസ് പോയ ഒറ്റ വർഷം 40 മില്യൺ യൂറോയിലേക്ക് താഴുന്ന ഒരു കാഴ്ച. എന്തായാലും അദ്ദേഹം പിന്നീട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്കും അവിടെ നിന്ന് അൽ നസറിലേക്കും പോവുകയുണ്ടായി. ബട്ട് സ്റ്റിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ഇൻക്രെഡിബിൾ റേറ്റിൽ ഗോളടി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ലിയോ മെസ്സിയുടെ കാര്യത്തിലും അദ്ദേഹത്തിൻ്റെ മൂല്യം താഴേക്ക് വരുന്ന കാഴ്ച. പക്ഷേ മെസ്സിയേക്കാൾ കൂടുതൽ റൊണാൾഡോയുടെ മൂല്യം ഇപ്പോൾ കുറയുന്നു. അതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് രണ്ടുപേരുടെയും പ്രായം തമ്മിലുള്ള വ്യത്യാസം കൂടിയാണ്. അപ്പോൾ 2006 മുതലുള്ള ഇയർ വൈസ് കണക്കിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ 2006 നമ്മൾ പറഞ്ഞല്ലോ ലിയോ മെസ്സിക്ക് 3 മില്യൺ യൂറോ മാത്രം വരികയും ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ മൂല്യം 20 മില്യൺ യൂറോയുടെ മുകളിൽ വരികയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമായിരുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നീട് അങ്ങ് വർദ്ധിച്ചു വരുന്ന കാഴ്ച. എന്നാൽ 2010 ആകുമ്പോഴേക്കും ഇതിൽ മാറ്റം വരികയും ലിയോ മെസ്സി 100 മില്യൺ യൂറോയിലേക്ക് എത്തുകയും ക്രിസ്ത്യാനോ 80 മില്യണ് തൊട്ട് താഴെ മാർക്കറ്റ് വാല്യൂവിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. 2012 ക്രിസ്ത്യാനോ റൊണാൾഡോ 100 മില്യൺ യൂറോയിലേക്ക് എത്തിയപ്പോൾ ലിയോ മെസ്സിയുടെ മൂല്യം 120 മില്യൺ യൂറോയിലേക്ക് എത്തിയിരുന്നു. പിന്നീട് ഉള്ള വർഷങ്ങളിൽ ലിയോ മെസ്സിയുടെ മൂല്യം 120 തന്നെ നിൽക്കുകയും റൊണാൾഡോ 2014 120 മില്യൺ യൂറോയിലേക്ക് എത്തുകയും ചെയ്തു. പക്ഷേ 2016 17 അദ്ദേഹത്തിൻ്റെ മൂല്യം 110 മില്യൺ യൂറോയിലേക്ക് കുറഞ്ഞപ്പോഴും ലിയോ മെസ്സിയുടേത് 120 തന്നെ 2016 നിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. പക്ഷേ 2018 വീണ്ടും ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ മൂല്യം 120 മില്യൺ യൂറോയിലേക്ക് വന്നു. പക്ഷേ ലിയോ മെസ്സിയുടെ മൂല്യം അപ്പോഴേക്കും വലിയ രൂപത്തിൽ വർദ്ധിച്ചു, 180 മില്യൺ യൂറോയിലേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു. പിന്നെ നമ്മൾ 2020 നോക്കുകയാണെങ്കിൽ യുവൻറ്റസിലേക്ക് ക്രിസ്ത്യാനോ പോയ ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ മൂല്യം വല്ലാതെ താഴ്ന്നു, ഒരു 40 മില്യൺ യൂറോയോളം താഴ്ന്നു എന്ന് പറയുമ്പോൾ 60 മില്യൺ യൂറോയിലേക്ക് അദ്ദേഹത്തിൻ്റെ മൂല്യം കുറഞ്ഞു വരുന്ന കാഴ്ച. അതേസമയം ലിയോ മെസ്സിയുടെ മൂല്യം കുറഞ്ഞു, എന്നാലും 140 മില്യൺ യൂറോയായിട്ട് 2020 നിൽക്കുന്നുണ്ടായിരുന്നു. 2022 ആകുമ്പോഴേക്കും അവർ ക്ലബ്ബുകളൊക്കെ മാറി പോകുന്ന കാഴ്ച. ലിയോ മെസ്സി വേൾഡ് കപ്പൊക്കെ നേടിയ വർഷമാണ്. അദ്ദേഹത്തിൻ്റെ മൂല്യം 50 മില്യൺ യൂറോയിൽ നിൽക്കുമ്പോൾ
ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ മൂല്യം 20 മില്യൺ യൂറോയിലേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു. എന്നാൽ 2024 ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം എന്താണെന്ന് വെച്ചാൽ ലിയോ മെസ്സിയുടെ മൂല്യം 20 മില്യൺ യൂറോയും ക്രിസ്ത്യാനോ റൊണാൾഡോയുടേത് 12 മില്യൺ യൂറോയുമാണ് കാൽക്കുലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇത് പല ഫാക്ടറികൾ വെച്ചുകൊണ്ട് ട്രാൻസ്ഫർ മാർക്കറ്റ് കണക്കാക്കിയിട്ടുള്ളൊരു കണക്കാണ്. എന്തായാലും അവരുടെ ഡാറ്റ അനുസരിച്ച് കരിയറിൽ ഏറ്റവും ഉയർന്ന മൂല്യം വന്നിട്ടുള്ള ഈ 2 പേരിൽ ലിയോ മെസ്സിക്കാണ്. അദ്ദേഹത്തിൻ്റെ ഉയർന്ന മൂല്യം വന്ന വർഷമെന്ന് പറയുന്നത് 2018 180 മില്യൺ യൂറോയായിരുന്നു ആ ഘട്ടത്തിൽ. അതേസമയം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഏറ്റവും ഉയർന്ന മൂല്യം വന്നത് 120 മില്യൺ യൂറോയാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.